എന്നെ ഇതൊക്കെ ആക്കിയത് എൻ്റെ പ്രസ്ഥാനമാണ്. എന്നെ പാലക്കാട്ടെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയതും എൻ്റെ പ്രസ്ഥാനമാണ്. തീർച്ചയായിട്ടും പാലക്കാട്ടെ ജനങ്ങൾ നൽകിയ സ്നേഹമാണ് മറ്റു പരിഗണനകൾക്കുള്ള കരുത്തെനിക്ക് നൽകിയത്. അപ്പോൾ പാലക്കാട്ടെ ജനങ്ങളോടുള്ള സ്നേഹം ഒരു കാലത്തും ഒരു കാരണവശാലും ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് ഒരു കാലത്തും എനിക്ക് മറക്കാൻ കഴിയില്ല. പക്ഷെ പാലക്കാട് ഉയർത്തിപ്പിടിക്കുന്ന മതേതര രാഷ്ട്രീയത്തിൻ്റെ ഒരു പർപ്പസിന് വേണ്ടി തന്നെയാണ് എൻ്റെ പ്രസ്ഥാനം ഒരു പുതിയ ചുമതല എന്നെ ഏൽപ്പിക്കുന്നത് എന്നുള്ള ബോധം എനിക്കും അത് തീർച്ചയായിട്ടും പാലക്കാടിനും മനസ്സിലാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ വടകരയിലെ സ്ഥാനാർത്ഥി നിർണയം പാർട്ടി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. കോൺഗ്രസ് ശക്തിപ്പെടുക എന്നതിൻ്റെ അർത്ഥം UDF കേരളത്തിൽ ശക്തിപ്പെടുക എന്നതിൻ്റെ അർത്ഥം രാജ്യം ഇന്ത്യ ശക്തിപ്പെടുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമാവാൻ പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സീരിയസ്നെസ് ഉൾക്കൊള്ളുന്നു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റാൻ ശ്രമിക്കും. വടകരയിലെ ജനങ്ങൾ ഇതിനകം തന്നെ ഫോൺ വഴിയും നവമാധ്യമങ്ങളിലൂടെയും തരുന്ന നിസ്സീമമായ പിന്തുണ വളരെ ആത്മവിശ്വാസം നൽകുന്നതും പ്രോത്സാഹനജനകവുമാണ്. തീർച്ചയായിട്ടും ബാക്കി പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് ഇപ്പോൾ പ്രഖ്യാപനം താങ്കൾക്ക് പാലക്കാടുമായുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പ് കഴിഞ്ഞ തവണ നമുക്കറിയാം എങ്ങനെയാണ് എത്രത്തോളം ശക്തമായിട്ടുള്ള പോരാട്ടമായിരുന്നു എന്ന്. അപ്പോൾ പാലക്കാടിന് വിട്ടുപോകുമ്പോൾ അല്ലെങ്കിൽ മാറി നിൽക്കുമ്പോൾ വരുമ്പോൾ ഒരു പ്രയാസം താങ്കൾക്കുണ്ടായി? അല്ല, പാലക്കാടുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധത്തെ എനിക്ക് അറുത്തുമാറ്റാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ പ്രസ്ഥാനമാണ് എന്നെ പാലക്കാടിന് പരിചയപ്പെടുത്തി. പാലക്കാടുമായിട്ട് ഒരിക്കലും ഡിസ്കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നില്ല. ഒപ്പം ഞാൻ പറയുന്നു, പാലക്കാട് ഉയർത്തിപ്പിടിച്ച മതേതര രാഷ്ട്രീയം അതിന്റെ വളരെ വിശാലമായ ഒരു പർപ്പസിന് വേണ്ടിയാണ് എന്റെ പ്രസ്ഥാനം എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് പാലക്കാട്ടുകാർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങൾ.